പെസഹ വ്യാഴം ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പെട്ടെന്നാണ് ഒരു ശബ്ദതരംഗം കേട്ടത്. ദേവാസ്ത്. ദേവാസ്ത് ലത്തീൻ കത്തോലിക്കരുടെ നോമ്പ് രാവുകളെ പ്രാർത്ഥന സാന്ദ്രമാക്കുന്ന യാചനാരൂപം. അർത്ഥവത്താണ്, ചരിത്രപരമാണ്. പണ്ട് കാലങ്ങളിൽ പാതിരാത്രിയിലെ കൂരിരുട്ടിൽ നിന്ന് ഈ പ്രാർത്ഥന വിളി ഉറക്കെ ചൊല്ലുവാൻ ആത്മാവിൽ നിയോഗിക്കപ്പെട്ട ഭാഗ്യജന്മങ്ങൾ ഉണ്ടായിരുന്നു. അവരതിനെ ഹൃദ്യമായൊരു അനുഭവമാക്കി സ്വയം അർപ്പിച്ചു. 7 കാതങ്ങൾക്കപ്പുറത്തേക്ക് പോലും ആ ശബ്ദതരംഗങ്ങൾ ബഹിർഗമിച്ചു. ദേവാസ്ത വിളിക്കാർ നാട്ടിലെ ദിവ്യന്മാരായി പരിഗണിക്കപ്പെട്ടു. ദേവാസ്ത വിളി പ്രേതപിശാചുക്കളെ അകറ്റാനുള്ള ഭയാനകമായൊരു പ്രാർത്ഥനയാണെന്നത് അബദ്ധമായ ധാരണയാണ്. 60ഓളം പ്രാർത്ഥനാഗീതികളുള്ള ദേവാസ്തിലെ 40 വിളിയിലും ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടുള്ള സജ്ജീവിതത്തിനായുള്ള ആഹ്വാനങ്ങളും മുന്നറിയിപ്പുകളുമാണ്. അതിനാൽ തന്നെ മനുഷ്യന്റെ ആത്മീയപൂർണമായ പരിവർത്തനമാണ് ദേവാസ്ത വിളിയുടെ ലക്ഷ്യം. ദേവോസ്, ദേവാസ്, ദേവസ്ത് എന്നിങ്ങനെയാണ് ഈ പ്രാർത്ഥനാ രൂപം അറിയപ്പെടുന്നത്. ദേവോ വോസിയോ എന്ന ലാറ്റിൻ വാക്കിന്റെ ചുരുക്കമായി ഉപയോഗിച്ചു തുടങ്ങിയ ദേവോസിയോ എന്ന പദത്തെ പോർച്ചുഗീസിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ദേവോസാം അഥവാ ഭക്ത്യാഭ്യാസം എന്നാണത്രേ ഇതിന്റെ വിവർത്തന ഭാഷ്യം. വാഗ്ദാനം ചെയ്യുമ്പോൾ ശപഥം ചെയ്യുക എന്നിങ്ങനെയെല്ലാം അതിനെ അർത്ഥം കണ്ടെത്താം. 16ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ഈശ്വര സഭ മിഷണറിയും പിന്നീട് വിശുദ്ധനുമായ ഫ്രാൻസിസ് സേവ്യറാണ് ദേവാസ്തയുടെ ഉപജ്ഞാതാവെന്നാണ് പാരമ്പര്യ വിശ്വാസം. പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ദേവാസ്ത കേരളത്തിലെത്തിയെന്ന വാദവും ശക്തമാണ്. ഫ്രാൻസിസ് സേവ്യർ പോർച്ചുഗൽ ഭാഷയിലാണത്രേ ഈ പ്രാർത്ഥന രചിച്ചുണ്ടാക്കിയത്. പിന്നീട് സംസ്കൃതം, തമിഴ്, മലയാളം ഭാഷകളിലേക്ക് ആരോ ചിലരെല്ലാം സ്വതന്ത്ര തർജ്ജിമകൾ നടത്തി. ദേവാസ്തു വിളിയുടെ ആരംഭത്തിലും ഓരോ പ്രാർത്ഥനാ ഗീതത്തിനിടയിലും ത്രിത്വസ്തുതിക്ക് ശേഷം 3 തവണ വീതം മണിയടിക്കും. ദേവാസ്തു വിളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കേൾക്കുന്നത്. എല്ലാവർക്കും വിശുദ്ധ വാരത്തിൻ്റെ പ്രാർത്ഥനകൾ.